ബിഗ് ബോസ് ഷോയെപ്പറ്റി നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് ബിഗ് ബ്രദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ പല രാജ്യങ്ങളിലും വ്യത്യസ്ത ഭാഷകളിൽ പ്രക്ഷേപിക്കപ്പെടുന്ന ഷോ ആണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ഷോ അഥവാ അതിൻ്റെ ഗ്ലോബൽ വേർഷൻ ആയ ബിഗ് ബ്രദർ നടത്തുന്നത് ഡച്ച് മീഡിയ കമ്പനിയായ എൻഡമോൾ ഷൈൻ ഗ്രൂപ്പ് ആണ്. ഈ ഷോ 1997 ജോൺ ടി മോൾ ജൂനിയർ ആണ് ആദ്യം രൂപകൽപ്പന ചെയ്തത്. എൻഡമോൾ പിന്നീട് ഷൈൻ ഗ്രൂപ്പുമായി ലയിച്ച് എൻഡമോൾ ഷൈൻ ഗ്രൂപ്പായി മാറി. ഇപ്പോൾ ഈ കമ്പനി ബനീച്ചെ എൻഡമോൾ ഷൈൻ ഗ്രൂപ്പ് എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ലോകമെങ്ങുമുള്ള ടെലിവിഷൻ ചാനലുകളിൽ വിവിധ ഭാഷകളിൽ ഈ ഷോ നടത്താനുള്ള അവകാശമുണ്ട്. 1999 ഡച്ച് ടെലിവിഷൻ ചാനലിലാണ് ബിഗ് ബ്രദർ ഷോ ആദ്യമായി ആരംഭിച്ചത്. പിന്നീട് ഓരോ പതിപ്പും അതത് രാജ്യത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ഒരുക്കപ്പെടുന്നു. ബ്രിട്ടനിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ബിഗ് ബ്രദർ UK എന്ന പതിപ്പിലൂടെയും അമേരിക്കയിൽ ബിഗ് ബ്രദർ US എന്ന പതിപ്പിലൂടെയും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബ്രസീലിൽ പോർച്ചുഗീസ് ഭാഷയിൽ ബിഗ് ബ്രദർ ബ്രസീൽ എന്നും സ്പെയിനിൽ സ്പാനിഷ് ഭാഷയിൽ ഗ്രാൻ ഹെർമാനോ എന്ന പേരിലും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി പല പതിപ്പുകളിലായി പ്രക്ഷേപണം ചെയ്തു വരുന്ന ഷോ ആണ് ബിഗ് ബോസ്. വിവിധ മത്സരാർത്ഥികളെ, പൊതുവെ പ്രമുഖരായ വ്യക്തികളെ ഒരു വീട്ടിൽ പൂർണ്ണമായും ക്യാമറകളാൽ നിരീക്ഷിച്ചുകൊണ്ട് നിരവധി ദിവസങ്ങൾ 100 ദിവസത്തോളം ഒരുമിച്ച് താമസിപ്പിക്കുന്നു. 2006 മുതലാണ് ബിഗ് ബോസ് ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിൽ ആദ്യം ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, ബംഗാളി, മലയാളം, പഞ്ചാബി തുടങ്ങി ഭാഷകളിലും പരിപാടിയെത്തി. ഓരോ പതിപ്പും പ്രാദേശിക സംസ്കാരത്തിനും പ്രേക്ഷക രുചിക്കുമനുസരിച്ച് മാറ്റം വരുത്തപ്പെട്ടു. പ്രമുഖ സിനിമാ താരങ്ങളും മറ്റു പ്രമുഖരുമാണ് സാധാരണ മത്സരാർത്ഥികളായി എത്തുന്നത്. എന്നാൽ ചില പതിപ്പുകളിൽ സാധാരണ ജനങ്ങളും ഭാഗമാകുന്നു. ഷോയുടെ പ്രചാരം കൂടിയതോടെ മലയാളത്തിൽ ബിഗ് ബോസ് മലയാളം എന്ന പതിപ്പ് 2018 ആരംഭിച്ചു. പ്രമുഖ സിനിമാ നടൻ മോഹൻലാലാണ് അതിൻ്റെ അവതാരകൻ. കാലക്രമേണ ബിഗ് ബോസ് ഷോ പല വിവാദങ്ങളുടെയും ആസ്പദമായിരുന്നു. മത്സരാർത്ഥികളുടെ പെരുമാറ്റം, ഷോയുടെ സ്ക്രിപ്റ്റിംഗ് ആരോപണങ്ങൾ, അവതാരകരുടെ പ്രകടനം എന്നിവ പലപ്പോഴും ചർച്ചയായി. എന്നാലും ഇത് ഇന്ത്യയിലെ വളരെ ജനപ്രിയമായ ഷോയാണ്. പല സീസണുകളിലായി വ്യത്യസ്തമായ മുഖങ്ങളെയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തി ഇത് പ്രേക്ഷകർക്ക് വ്യത്യസ്തതയും പുതുമയും നൽകുന്നു. ഓരോ സീസണിലും പുതിയ നിയമങ്ങളും മുഖങ്ങളും കൊണ്ടുവന്ന് ഷോയുടെ ആകർഷകത പുതുക്കുന്നു. ഇതിൻ്റെ ഓരോ എപ്പിസോഡും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളും ട്രെൻഡിങ്ങുകളുടെയും വിഷയമാകുന്നു. ഇത് ഷോയുടെ പ്രചാരത്തിന് കൂടുതൽ ഊർജം നൽകുന്നു. ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്ന ഓരോ മത്സരാർത്ഥിക്കും പരിപാടിയിലെ പ്രകടനത്തിനനുസൃതമായ പ്രതിഫലം നൽകാറുണ്ട്. എന്നാൽ പരമ്പരാഗതമായി ഷോയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുവരെ ഓരോ ആഴ്ചയിലും മത്സരാർത്ഥികൾക്ക് നിശ്ചിത തുക നൽകുന്നതാണ് പതിവ്. ഷോയുടെ അന്തിമ വിജയിക്ക് വലിയ തുകയുള്ള ക്യാഷ് പ്രൈസും മറ്റു പാരിതോഷികങ്ങളും നൽകുന്നതാണ്. ഇത് ഓരോ സീസണിൻ്റെയും ബജറ്റ്, സ്പോൺസർമാർ, മറ്റു കാര്യങ്ങൾ എന്നിവയനുസരിച്ച് വ്യത്യാസപ്പെടുന്നു.